നിത്യവൻ നല്ല അഭിനേതാവാണ്, നന്നായിട്ട് തിരുച്ചിത്രമ്പലയും കണ്ടു, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഉർവശി കിട്ടേണ്ടതാണ് ഉള്ളൊഴുക്കണല്ല, ഉർവശി അല്ലെങ്കിൽ പാർവതി തിരുവോത്ത ഫാക്ടർ. അയോധ്യയെ രേവതി സപ്പോർട്ട് ചെയ്തപ്പോൾ മറ്റേ നിത്യവൻ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ രാഷ്ട്രീയപരമായ കാരണങ്ങളോടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചേക്കുവാണ്. തിരുച്ചിത്രമ്പലം എന്ന സിനിമയ്ക്ക് നിത്യമേനോന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് മികച്ച നടിക്കുള്ള. ഞാൻ ആ പടം കണ്ടതാണ്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നിത്യമേനോൻ മാത്രം ധനുഷ് തന്നെ അഭിനയിച്ചാണ്, പുള്ളിയെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്, അർഹിക്കുന്നുണ്ട്. പക്ഷേ അതിനെക്കാട്ടും ഫാക്ടർ അയോധ്യയെ രേവതി സപ്പോർട്ട് ചെയ്തപ്പോൾ മറ്റേ നിത്യവൻ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ രാഷ്ട്രീയപരമായ കാരണങ്ങളോടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഉർവശി കിട്ടേണ്ടതാണ് ഉള്ളൊഴുക്കണല്ല, ഉർവശി അല്ലെങ്കിൽ പാർവതി തിരുവോത്ത. അവാർഡ്സ് രാഷ്ട്രീയപരമായിട്ടാണ്, ജെന്യൂനല്ല, ഒരുപാട് ബയസ്ഡാണ്. പിന്നെ നാഷണൽ അവാർഡ് ബെസ്റ്റ് ആക്ടർ മമ്മൂട്ടി തന്നെയാണ് അർഹിച്ചത്. അത് അവിടെ രാഷ്ട്രീയ കളിയാണെന്നാണ്. അതുകൊണ്ടാണ് മറ്റേ കാന്താരയിലോ ആ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധമുള്ളതാണ്. അതുകൊണ്ടാണ് കങ്കണ റണൌട്ട്, പുഷ്പിക, അല്ലു അർജുൻ ഇവർക്കെല്ലാം കിട്ടാനുള്ള കാരണം അതാണ്, രാഷ്ട്രീയപരമായ കാരണമാണ്. എന്തുകൊണ്ട് മമ്മൂക്ക് പത്മഭൂഷൺ കിട്ടാനുള്ള കാരണം അത് തന്നെയാണ്. ഇനിയിപ്പോൾ ആ ഒരു പാർട്ടിയായിട്ട് ബന്ധമുള്ളവർക്ക് മാത്രമേ നാഷണൽ അവാർഡ് കിട്ടൂ. അങ്ങനെ അവസ്ഥ വന്നിരിക്കുകയാണ്. സ്റ്റേറ്റ് അവാർഡിലേക്ക് പോവുകയാണെങ്കിൽ മമ്മൂക്ക് കഴിഞ്ഞ തവണ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതുകൊണ്ടാണ് ഈ തവണ കിട്ടാതെ പോയത്. ആദ്യ ജീവിതത്തിൽ പൃഥ്വിരാജ് ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്. എന്തായാലും ഉർവശി മാഡം തന്നെ കിട്ടിയതാണ്, ഉള്ളൊഴുക്ക് നല്ല മൂവിയാണ്. നിത്യമേനോൻ ഇച്ചിരിയോടെ നിത്യവൻ നല്ല അഭിനേതാവാണ്, നന്നായിട്ട് തിരുച്ചിത്രമ്പലയും കണ്ടു, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയപരമായ കാരണങ്ങളോടെ ഉണ്ട്. അല്ലെങ്കിൽ ഉർവശി മാഡത്തിന് അല്ലെങ്കിൽ പാർവതി തിരുവോത്തിന് കിട്ടേണ്ടതാണ്.